ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയത് കാരണം തന്നെ ഞങ്ങളുടെ ഒരു ലേസി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് ഉണ്ട്. ഞങ്ങളൊരു ഓൾമോസ്റ്റ് 9 മണി ആവാറായി എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിയാ സീഡ് തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണമായിരുന്നു. ഞാൻ അന്നേരം മറന്നു. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ഇട്ടു, പക്ഷെ ഇത് വലുതായിട്ടില്ല. അപ്പം ഞാൻ നമുക്ക് ബാക്കി സ്മൂത്തിയുടെ പരിപാടികൾ തുടങ്ങാം. കട്ട് ചെയ്യണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ സ്മൂത്തി കുടിക്കാൻ തുടങ്ങിയിരിക്കുന്ന രണ്ടാഴ്ചയായുള്ളൂ ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു 3 ദിവസത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്മൂത്തി പോലെ കുടിക്കും. ഹെൽത്തിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഭയങ്കര ടൈം സേവിങ്ങുമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഇന്ന് മാംഗോ സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇത് ജോവറാണ്. അപ്പോൾ സൂപ്പർ ഫുഡാണ് ജോവർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഫ്ലേവർ അറിയില്ല. നമ്മൾ ഈ ഷേക്കോ അല്ലെങ്കിൽ സ്മൂത്തിയിൽ ഇടുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ജോവർ ഇടാം, അല്ലെങ്കിൽ ഞങ്ങൾ റാഗി പൗഡർ ഇടും. റാഗിക്ക് കുറച്ചുകൂടി ഒരു ഗ്രെയിനി ടെക്സ്ചർ ആയത് കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് പോലെ വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിയില്ല. ജോവർ അങ്ങനെ ഒട്ടും അറിയില്ല. അപ്പോൾ ജോവറാണ് ഇന്നിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ചില സമയത്ത് ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. നട്ട്സ്, ബദാം പൊടിച്ച് അങ്ങനെയൊക്കെ ആഡ് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്ലെയിൻ ജസ്റ്റ് മാംഗോ ആൻഡ് ജോവർ മാത്രമായിട്ടാണ് ചെയ്യണം. പാല് ഇത്രയും മതി, 2 കപ്പ്. നല്ല കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാങ്ങ നല്ല ഫ്രോസൺ ആയത് കാരണം ജസ്റ്റ് ഒന്നൊരു 2 അടി അടിച്ചു, അല്ലെങ്കിൽ അത് അടിയില്ല. ഇത് കാരണം അപ്പം നമ്മുടെ ജോവർ ഒരു 2 സ്പൂൺ ഞാൻ കുറച്ച് ഇതൊരു വൈൽഡ് ഹണിയാണ് നമ്മുടെ മില്ലർ എന്ന് പറഞ്ഞൊരു ഓർഗാനിക് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. ഹണിയുടെ ആവശ്യമില്ല മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ. പക്ഷേ മാങ്ങ അടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമുണ്ട്, പക്ഷേ ഹണി ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അധികമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒരു സ്പൂൺ മാത്രം ഇതാണ്. ഓക്കെ, ഇനി അഥവാ ഇൻ കേസ് ആ ചോറും കൂടി വരുമ്പോൾ മധുരം പോയി കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് മാത്രം. മില്ലറിന് ഈ ജോവർ വാങ്ങിച്ചൊന്നുമല്ല, അതും ആ സെയിം ഒരു ബ്രാൻഡ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ തന്നെ പൊടിപ്പിച്ച് കിട്ടുന്നതാണ്. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അവിടെ നിന്ന് ഇത് കണ്ടപ്പോൾ വൈൽഡ് ഹണി വാങ്ങിച്ചത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡായി കാണും. നൈസ്, നല്ല തിക്ക് ക്രീമി യെല്ലോ
ടെക്സ്ചറായിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു സ്മൂത്തി. നമുക്ക് ഞങ്ങളുടെ സ്മൂത്തി ഗ്ലാസ്സിലേക്ക് മാറ്റട്ടെ. ഐസ് ഇടണം. അങ്ങനെ ഞങ്ങളുടെ സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാംഗോ സ്മൂത്തി റെഡി. അത് കഴിച്ചിട്ട് വരാം. കൊള്ളാം. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി സൺഡേ. ഇന്ന് സൺഡേ സ്പെഷ്യൽ ലഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. ഒരു റീല് കണ്ടതാണ്. ഞാൻ മുമ്പൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആസ് ഇൻ കുറച്ച് കുഴഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് കാരണം വെള്ളമൊക്കെ എടുക്കുന്ന കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കുക്കർ ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു റീല് ചെയ്യണമെന്നുണ്ടൊരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡാൻസിൻ്റെ റീല്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒബ്സഷനായിട്ടുള്ളൊരു പാട്ടുണ്ട്, ഒരു മ്യൂസിക് ആൽബം തുളസി എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടില്ലാത്തവർ കേട്ട് നോക്കണം, ഭയങ്കര അടിപൊളി. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ചെയ്യണമെന്നുണ്ട്. സാരിയെ കൊടുത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല വെയിൽ, ഞാൻ നേരത്തെ കാണിച്ചില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഈ വെയിലത്ത് താഴെ പോയി ചെയ്യാമെന്നുള്ളൊരു മടി, പിന്നെ സാരി കൊടുത്ത് പോകണം എന്നുള്ളൊരു മടി, പിന്നെ എന്ത് സ്റ്റെപ്പൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല. അതൊക്കെ ഓൺ സ്പോട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ നോക്കി സ്റ്റെപ്പൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചെറിയ മടിയുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കും വേണം. അപ്പോൾ എല്ലാം കൂടി ശരിയാവുമെന്നറിയില്ല, നോക്കാം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സാരി തപ്പട്ടെ. സാരിയൊക്കെ തപ്പി റെഡിയാക്കി വയ്ക്കട്ടെ. ബിസിയാണല്ലോ. ഞങ്ങൾ നെക്സ്റ്റ് വീക്കെൻഡ് ഒരു ട്രിപ്പ് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസർച്ച് ആണ് നടക്കുന്നത് ഇവിടെ. ഇന്നലെ തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആണ്. എവിടെയാണ് പോകുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നിങ്ങനെയൊക്കെ ആയ ശേഷം നെക്സ്റ്റ് വീക്ക് അപ്പോൾ അത് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കും, പോവുകയാണെങ്കിൽ. കുറേ നാളെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടാണ്. നമ്മൾ പോകാമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അത് കാരണം അധികം സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ മറ്റേ തണുപ്പ് വേണമെങ്കിൽ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ അവിടെയൊക്കെ നല്ല ഡിസ്റ്റൻസുമാണ്. മൂന്നാറല്ല, ഊട്ടി കൊടൈക്കനാലൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാനും പറ്റില്ല. നമുക്ക് ആ കൂടെ ഒരു വീക്കെൻഡ് കിട്ടുന്നത്. അപ്പോൾ വീക്കെൻഡിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിത് കുടിച്ച് കഴിക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുമ്പോൾ കാണിക്കാം. ബൈ ബൈ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ സാരി കൊടുത്ത് നമ്മുടെ റീലിന് തയ്യാറായി. സാരി കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ട് തേച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചുളിവുകളും കാര്യങ്ങളും ഉണ്ട്. സമയം നല്ല ലേറ്റായപ്പോൾ ഞങ്ങളുടെ കുക്കർ ബിരിയാണി പ്ലാൻ ഒന്നും നടക്കില്ല. സോ ഞങ്ങളിന്ന് ചോറും കറിയുമിലേക്ക് ഞങ്ങൾ മാറി. റീലെടുക്കാൻ പോയിട്ടുള്ള ഈ സാരി ഫുൾ ചുളിഞ്ഞിരിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തേച്ചിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ചുളിവുണ്ട്. പിന്നെ ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. നല്ല ചുട്ട വെയിലാണ്. അപ്പം അത് കാരണം ഉള്ള റെഡിനെസ് വെച്ചിട്ട് ഞങ്ങൾ റെഡി എടുക്കാൻ പോവാം. ക്യാമറമാൻ ആൻഡ് ആർട്ടിസ്റ്റ്. ഞങ്ങൾ ലൊക്കേഷൻ തപ്പി നടക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു പാർക്കുണ്ട്. ഓക്കെ, ആരും ഇല്ലാന്ന് തോന്നുന്നു തൽക്കാലം. ഭാഗ്യം. അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഇവിടെ നോക്കിയേ, ഇത് നല്ലതല്ലേ. ഇവിടെ തണലുണ്ട്. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് പാർക്കിൽ പോയിട്ടില്ല കേട്ടോ. എപ്പോഴും വെയിലാണ്. പിന്നെ നമ്മൾ ജോലി വീട് അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പോട്ട് അങ്ങനെ ഇവിടെ ആരും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ സക്സസ് ആവുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യും റീല്, അല്ലെങ്കിൽ അത് ആ വഴിക്ക് പോകും. ഓക്കെ, ഷൂട്ട് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ റീൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ സ്വന്തം പ്രൈവറ്റ് മൈ ഓൺ പേഴ്സണൽ ക്യാമറമാൻ ഗുഡ് ജോബ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചുട്ട വെയിൽ. ഇതിൻ്റെ അകത്തെ
റീല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു സ്റ്റെപ്പ് ഉണ്ട്. 2-3 പ്രാവശ്യം നടും തള്ളി വീഴാൻ പോയി. മേലാണെങ്കിൽ ശീലം ഇല്ലാത്തത് കാരണം തന്നെ നല്ല നടുവേദനയായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു പാട്ടിനോടുള്ളൊരു ഇഷ്ടം കാരണം ഞാനത് ചെയ്തു പോയതാണ്. ക്ഷീണിച്ചു പോയി വെയിലത്ത്. സോ നമ്മുടെ നാടൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പപ്പടം, മുളകിട്ട് വറുത്തത്, മാങ്ങാക്കറി, വൻപയർ ഉപ്പേരി, അച്ചാർ, കൊഴു വറുത്തത്. ഇത്രയുമായിട്ട് ഞങ്ങളുടെ സൺഡേ ലഞ്ച് ഇസ് റെഡി. അപ്പം കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ലഞ്ചിന് ശേഷം ഞങ്ങൾ ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഇത് ഇന്നലെ സാറ്റർഡേ ഞങ്ങൾ പോയി വാങ്ങിച്ചതാണ് കേട്ടോ, സൈൻ ലബാനിന്ന്. ഇതിൻ്റെ പേര് ഹെബ്ബ കേക്ക്. ഒരു ലെയർ ഓഫ് കേക്കും പിന്നെ കുറേ കുനാഫയും ക്രീമും എന്തൊക്കെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇത്രയും ഞങ്ങൾ രണ്ടുപേരും കൂടി തീർത്തു. അപ്പോൾ ഇനി കുറച്ചൊരു ഡെസേർട്ട് കൂടിയും കഴിച്ചിട്ട് ടൈം ഇസ് 2:15. അപ്പോൾ ഇനി ഒന്ന് കിടന്നുറങ്ങണം. നല്ല അടിപൊളി ഉറക്കം ഉറങ്ങി ഉച്ചയ്ക്ക്. അയ്യോ നാളെ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് മനു ഇപ്പോഴും എണീറ്റിട്ടില്ല. ഇനി ഞാൻ ഒരു ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഒരു സ്ട്രോങ് കോഫി, മനുവിന് ലൈം ടീ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാപ്പി കുടിച്ചതിന് ശേഷം വേഗം പിന്നെ നമുക്ക് റെഡിയായിട്ട് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയതിന് ശേഷം പിന്നെ രാത്രി സിനിമയ്ക്ക് പോകണം, ആട് 3. കാരണം എങ്ങനെയുണ്ട്, ഒരു മിക്സ്ഡ് റിവ്യൂ ആണ് കേൾക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാന്നൊക്കെ കേട്ടു. ഞാൻ പിന്നെ അധികം റിവ്യൂ വായിക്കാനോ കേൾക്കാനോ നിന്നില്ല. ഞാൻ ആട് 1, 2 ഭയങ്കര ഫാനാണ്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ ഞാൻ ട്രെയിലറും കണ്ടിട്ടില്ല, അതിലത്തെ പാട്ടൊന്നും കണ്ടില്ല. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ എന്തായാലും കാണാൻ പോവാണ്. ആട് 3 ലുലുവിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറും അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാം. എൻ്റെ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ കഴക്കൂട്ടത്താണ് പോകുന്നത്. കഴക്കൂട്ടത്ത് ഞാൻ പണ്ടുണ്ടായിരുന്ന എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, സെയിൻറ്റ് ജോസഫ്സ്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. ഇംഗ്ലീഷ് മാസാണ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ലുലുവിലെത്തുമ്പോൾ കാണാം. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കാണാൻ പറ്റില്ല, അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കടലാണ്. ഇവിടെ നിന്നാണ് നല്ല കാറ്റ് വരും. ഇതിൻ്റെ ഒരു രക്ഷയില്ലാത്ത കാറ്റ് വരണമല്ലോ. നല്ല വെയിലുണ്ട്. വെയിറ്റിംഗ് ഹസ്ബൻഡ്. ലുലുവിലെ PVRലാണ് ഞങ്ങൾ ആട് 3 കാണാനായിട്ട് പോയത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ആഫ്റ്റർ സിനിമ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ലുലുവിൽ തന്നെയുള്ള ചിക്കിങ്ങിൽ നിന്ന് ബർഗർ ആൻഡ് ഫ്രൈഡ് ചിക്കൻ കഴിച്ചു. അങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.